إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിൽ ആവർത്തിച്ച് നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നത്. ഈ പ്രാർത്ഥനയുടെ ഗൗരവം എത്രത്തോളം ഇന്ന് മുസ്ലിം സമൂഹം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നത് നാം ആലോചിക്കേണ്ടതാണ്. ഒരു ദിവസം നിർബന്ധമായും 17 തവണ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. മയ്യത്ത് നമസ്കാരമടക്കമുള്ള നാം നിർവഹിക്കുന്ന മറ്റ് ഐച്ഛികമായ എല്ലാ നമസ്കാരങ്ങളിലും ഈ പ്രാർത്ഥന വേണം. ലാ സ്വലാത്ത ലിമല്ലം യഖ്റ ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹ പാരായണം ചെയ്യാത്തവന് നമസ്കാരമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിവചിക്കുന്നുണ്ട് എന്ന് ഹദീസുകളിൽ കാണും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരടിമ പറയുമ്പോൾ അല്ല പറയുമെന്നാണ്, ഹമദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ ഇതാ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി, എല്ലാ ഗൗരവവും ഉൾക്കൊണ്ട് എൻ്റെ അടിമ ഇതാ എന്നെ വീണ്ടും മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഒരടിമ പറയുമ്പോൾ അള്ളാഹു പറയുമെന്നാണ്, ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ. ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള ബന്ധമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. കാരണം ഒരു സത്യവിശ്വാസി അല്ലാഹുവല്ലാത്ത ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊക്കെ പടപ്പുകളുണ്ടോ അവരാരായാലും അവർക്കൊന്നും തൻ്റെ ഇബാദത്തുകളും പ്രാർത്ഥനകളും തേട്ടങ്ങളും നൽകുന്നവനല്ല. അത് ഒരിക്കലും അള്ളാഹു പൊറുക്കാത്ത പാപമാണ്, ശിർക്കാണ് എന്ന് മനസ്സിലാക്കിയവനാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് തുടങ്ങി വലദ്ദാല്ലീൻ എന്നുവരെ അടിമ പറയുമ്പോൾ അള്ളാഹു പ്രതിവചിക്കും, ഹാദാ ലി അബ്ദി, ഇതെൻ്റെ അടിമക്കുള്ളതാണ്. ഓലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമക്കിതാ അവൻ ചോദിച്ചത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ എന്താണ് ചോദിച്ചത്?
നേരായ മാർഗത്തിൽ എനിക്ക് ചലിക്കണം. ആ നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവരുടെ മാർഗത്തിലേക്കല്ല നീ എന്നെ നയിക്കേണ്ടത് എന്നതാണ്. അതെൻ്റെ അടിമക്ക് ഞാൻ നൽകുമെന്നാണ് അള്ളാഹു പറയുന്നത്. ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഒറ്റക്കായും സംഘമായും നമസ്കരിക്കുമ്പോൾ അതിന് ആമീൻ പറയുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതും ഈ അവസാനം പറഞ്ഞതാണ്. അള്ളാഹു നമ്മോട് പ്രാർത്ഥിച്ച് അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കാൻ പറഞ്ഞ ഹിദായത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന്. ആ ഹിദായത്തിന് വേണ്ടി നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ബി അയ്യി ഷൈഇൻ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്തതിഹു സ്വലാത്തഹു ഇദാ ഖാമ മിനൽ ലൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കാൻ എഴുന്നേറ്റാൽ ആ രാത്രി നമസ്കാരത്തിൽ ഏത് പ്രാർത്ഥനയാണ് പ്രാരംഭ പ്രാർത്ഥനയായി നിർവഹിച്ചത് എന്ന്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, റസൂലുള്ള പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബ ജബ്രാഈല വമീകാഈല വഇസ്റാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർള് ആലിമൽ ഗൈബി വശ്ശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ യഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം. രാത്രി നമസ്കാരങ്ങളിൽ ഈ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിനെ വേണ്ടുവോളം മഹത്വപ്പെടുത്തി അള്ളാഹുവിനോട് അവൻ ഏറ്റവും തൻ്റെ അടിമയിലേക്ക് അടുത്തു വരുന്ന സന്ദർഭം, ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്, ആരാണ് എന്നോട് ചോദിക്കുന്നത്, ആരാണ് എന്നോട് പൊറുക്കലിനെ തേടുന്നത്, ഞാനതാ അവനത് നൽകുന്നു എന്നല്ല പറയുന്ന രാത്രിയുടെ ഓരോ രാത്രിയിലെയും അവസാന സമയം. ആ സമയം നമ്മൾ അള്ളാഹിനോട് ചോദിക്കുകയാണ്, നീയാണ് നാളെ പരലോകത്ത് മനുഷ്യരൊക്കെ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യങ്ങളിൽ വിധി നടപ്പാക്കുന്നവൻ. അതുകൊണ്ട് യഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്, നീ സത്യത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക്, ഹക്കിലേക്ക് എന്നെ നയിക്കണേ. ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം, കാരണം നീ മാത്രമാണ് നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നവൻ എന്നാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചു നേടിയെടുക്കേണ്ട ഹിദായത്ത് അത് ജീവിതത്തിൽ ലഭിക്കലാണ് വമ്പിച്ച നേട്ടമെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഹിദായത്ത് നഷ്ടപ്പെടലോ അതാണ് വമ്പിച്ച പരാജയം. ഭൗതിക ലോകത്ത് നമ്മൾ ആരായാലും, ഏത് ഉന്നത സ്ഥാനമാനങ്ങളിൽ വിരാജിക്കുന്നവരായാലും, നമ്മുടെ കൈകളിൽ സമ്പത്തുണ്ട്, അധികാരമുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, എന്തുണ്ടാവട്ടെ, ഹിദായത്തില്ലേ ഒരു കാര്യമില്ല. കേവലം ദുനിയാവിലെ മരണം വരെ അതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകും. അതല്ല, ആ പറഞ്ഞ ഒന്നുമില്ല, ഹിദായത്തുണ്ടോ, മരണം ഉറപ്പാണെങ്കിൽ ആ മരണത്തോടെ അനുഭവിക്കുന്ന സ്വർഗം അനുഭവിച്ച് നമുക്ക് നമ്മുടെ ഖബറുകളിൽ കഴിയാം. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടാതിരിക്കാൻ നാം നിരന്തരമായി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ച ഈ ഹിദായത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ രണ്ട് വിഭാഗം മനുഷ്യരെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് എടുത്തു പറഞ്ഞു തന്നു. ഓയിരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ. അല്ലാഹുവേ, നിന്റെ കോപത്തിന് വിധേയരായവർ, നിന്റെ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവർ, അവരുടെ മാർഗത്തിലേക്കല്ല നീ ഞങ്ങളെ നയിക്കേണ്ടത് എന്ന് ഒരു ദിവസം എത്ര തവണയാണ് ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പറ്റിയ വൈരിൽ മഗ്ലൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ അത് യഹൂദരാണെന്നും വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ അത് നസ്വാറ വിഭാഗമാണെന്നും ഹദീസുകളുണ്ട്, ആയത്തുകളുടെ തഫ്സീറുകളുമുണ്ട്. അവർക്ക് പറ്റിയ അപജയം ഈ ഉമ്മത്തിന് പറ്റുമെന്നാണ്. അതുകൊണ്ട് ആ അപജയത്തിൽ നമ്മൾ കുടുങ്ങാതിരിക്കാനാണ് ഈ പ്രാർത്ഥന ആവർത്തിച്ച് നിർവഹിക്കുന്നത് എന്ന കാര്യം അതിൻ്റെ ഗൗരവത്തോടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. ചാണിനു ചാണായും മുഴത്തിനു മുഴമായും നിങ്ങൾ പൂർവികരുടെ തെറ്റായ സംസ്കാരങ്ങളെ, ചര്യകളെ പിന്തുടരുക തന്നെ ചെയ്യും. ഏതുവരെ? ഹത്താ ലൗ ദഖലു ജുഹറ ലബ്ബിൻ ലദഖൽതുമു. അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പിടിച്ചു കയറിയാൽ നിങ്ങളും അതിൻ്റെ പിന്നാലെ അതേപോലെ അവരെ അനുകരിക്കും. ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിക്കുക, അൽ യഹൂദ വൻ നസ്വാറ, റസൂലെ,
യഹൂദികളെയും നസ്വാറാക്കളെയും പിൻപറ്റുമെന്നാണോ ഈ പറയുന്നത്? ഫമൻ, പിന്നെ ആരെയാണ് എന്നാണ് റസൂലുള്ള തിരിച്ച് മറുപടി കൊടുത്തത്. എന്താണ് അവർക്ക് പറ്റിയ അപജയം? ഒട്ടേറെ അപജയങ്ങളുണ്ട്. അവരിൽ വന്ന തെറ്റായ ആചാരങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം വഖാലുത്തഖദർ റഹ്മാനു വലദ, റഹ്മാനായ അള്ളാഹ് ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവരുടെ പ്രഖ്യാപനമാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു നോക്കൂ, ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, നിങ്ങൾ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുക വഴി നിങ്ങൾ ഗുരുതരമായ ഒരു കാര്യമാണ് ചെയ്തത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ. ആ വാക്ക് നിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരുമാറ്, ഭൂമി വിണ്ടുകീറുമാറ്, പർവ്വതങ്ങൾ ഇടിഞ്ഞു തകർന്നു വീഴുമാറ് ഗുരുതരമാണ് ആ വാക്ക്. അൻദ ഔലിർ റഹ്മാനി വലദ, റഹ്മാനായ അള്ളാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന നിങ്ങളുടെ വാദം. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, റഹ്മാനായ അള്ളാഹുവിന് ഒരു സന്താനത്തെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. മാത്രവുമല്ല, ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ, ഈ പ്രപഞ്ചത്തിലുള്ള ഏതും എന്തും നാളെ അള്ളാന്റെ അടുക്കൽ അവൻ്റെ ഒരു അടിമയായി എഴുന്നേറ്റ് നിൽക്കും. അതാണ് അള്ളാഹു. അത്രമാത്രം അത്യുന്നതനായ സുബ്ഹാൻ എന്ന് വിശ്വാസികൾ ആവർത്തിച്ചു പറയുന്ന പരമപരിശുദ്ധനായ അള്ളാഹ് ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നത് ഗുരുതരമായ പ്രഖ്യാപനമാണ്. അള്ളാഹ് ഒരു വെല്ലുവിളി അവരോട് പറയാൻ പറഞ്ഞു. ഖുൽ ഇൻ കാന ലിർറഹ്മാനി വലദുൻ ഫഅന അവ്വലുൽ ആബിദീൻ, റഹ്മാനായ അള്ളാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന് ഉറപ്പായാൽ ആ സന്താനത്തെ ആരാധിക്കുന്ന ഒന്നാമൻ ഞാനാകും എന്ന് അവരോട് പറഞ്ഞു കൊടുക്കൂ എന്നുവരെ അള്ളാഹു പറഞ്ഞു കൊടുത്തു. സുബ്ഹാന റബ്ബിസ് സമാവാതി വൽ അർളി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ, ആകാശങ്ങളുടെ ഭൂമിയുടെ അർശിന്റെ റബ്ബായ അള്ളാഹ് അവരെ വർണ്ണിച്ചു പറയുന്നതിൽ നിന്ന് എത്രയോ വിശുദ്ധനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയുന്നു. വിശുദ്ധ ഖുർആൻ അവതരിച്ചതിൻ്റെ കാരണം പറഞ്ഞപ്പോൾ 2 കാരണങ്ങൾ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് തുടങ്ങുന്നത് അൽഹംദുലില്ലാഹില്ലദീ, ഇതാ ഈ ഗ്രന്ഥം അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ടാ. എന്തിനാ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്? വയുബശ്ശിറൽ മുഅ്മിനീനല്ലദീന യഅമലൂനസ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന മാകിതീന ഫീഹി അബദ. ഒന്നാമത്തെ കാര്യം അത് തന്നെ. ഈമാനിലൂന്നിയ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ശാശ്വതമായ ഒരിക്കലും നഷ്ടപ്പെടാത്ത സ്വർഗീയ സുഖങ്ങളുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ. രണ്ടാമത്തെ ലക്ഷ്യം ഖുർആനിന്റെ അവതരണം വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദാ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരെ താക്കീത് ചെയ്യാനാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് ഒരു വിവരവുമില്ല. വലാ ബി ആബാഇഹിം, അവരുടെ പിതാക്കൾക്കില്ല. ഖബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന് പുറത്തു പോകുന്ന ആ വാക്ക് ഗുരുതരമാണ്, അതിഗുരുതരമാണ്. ഇൻ യഖൂലൂന ഇല്ലാ കദിബ, അവർ പറയുന്നത് കളവ് മാത്രമാണ്. ഇത്തരത്തിലുള്ള ആശയാചാരങ്ങൾക്ക്, ഇത്തരത്തിലുള്ള തെറ്റായ ചര്യകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന, ആശംസ പറയുന്ന, അതിനെ അംഗീകരിക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. എന്തിൻ്റെ പേര് പറഞ്ഞാലും, അത് വിദ്യാഭ്യാസത്തിൻ്റെ പേരായാലും കച്ചവടത്തിൻ്റെ പേരായാലും ഏത് സുഹൃത്ത് ബന്ധമായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്കൊരു സന്താനമുണ്ട് എന്ന് വാദിച്ചവർക്കെതിരിൽ എത്ര ഗൗരവത്തിലാണ് സംസാരിച്ചത്. ആ ഗൗരവം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അത് അള്ളാഹ്ക്ക് മാത്രം ഉണ്ടായാൽ പോരാ, അള്ളാഹുവിന് മാത്രം പോരാ. അത് ആ ഗൗരവം കാണിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. ഇന്ന് അത് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏത് സംസ്കാരവും പേറുന്ന ഒരു ഉമ്മത്തായി മുസ്ലിം ഉമ്മത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം എന്താ ഉണ്ടാവുക? വൈരിൽ മഗ്ലൂബി അലൈഹിം എന്ന് ആദ്യം പറഞ്ഞ ആ ഒളബ്, അള്ളാന്റെ കോപ്പമിറങ്ങുന്നവർ നമ്മളാകും. സൂറത്ത് ത്വാഹയിൽ കാണാം വമൻ യഹ്ലിൽ അലൈഹി ഒളബി ഫഖദ് ഹവാ, ആരുടെ മീതെയാണോ അള്ളാന്റെ കോപ്പമിറങ്ങുന്നത് ഫഖദ് ഹവ, അതോടവൻ നശിച്ചു എന്നാണ്. ആ നാശത്തിന് നമ്മൾ വിധേയമാകരുത്. ജൂതന്മാർ നശിക്കാൻ ഉണ്ടായ ഒരു കാരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വഫാത്താകുന്ന നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ മടിത്തട്ടിൽ കടന്ന് മരണവേദന അനുഭവിച്ച് മരിക്കുന്ന സന്ദർഭത്തിൽ പോലും ആവർത്തിച്ച് പറഞ്ഞതാണ് ലഅനല്ലാഹുൽ യഹൂദ വൻ നസ്വാറ,
യഹൂദികളെയും നസ്വാറാക്കളെയും അള്ള ശപിച്ചിട്ടുണ്ട്. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. നബിമാര് മരണപ്പെട്ട് വഫാത്തായി അവരെ കബറടക്കം ചെയ്ത് ആ കബറുകളെ സുജൂദിന്റെ സ്ഥലമാക്കി, പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മരിക്കുന്ന നേരത്ത് പോലും റസൂലുള്ള ഇത് പറഞ്ഞത് ഈ ഉമ്മത്ത് ഇങ്ങനെ ആകാതിരിക്കാനെന്നാണ്. പക്ഷെ ഉമ്മത്തിന് അങ്ങനെ ആകണമെന്ന ചിന്തയിലാണ് ഉമ്മത്തിനുള്ളത്. നയിക്കുന്ന പണ്ഡിതന്മാരോ പലപ്പോഴും ഖബറുകളിലേക്ക് ആളുകളെ ഉമ്മത്തിനെ കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. പണ്ഡിതന്മാർ ഇക്കാര്യം ഭയപ്പെടണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനമായി സൂറത്തുൽ ഇസ്രാ അള്ളാഹു അവസാനിപ്പിച്ചത് തന്നെ വഖുലിൽ ഹംദുലില്ലാ, അള്ളാഹ്ക്ക് സർവസ്തുതിയും പറയുക. അല്ലദീ ലം യത്തഖിദ് വലദാ, എന്തുകൊണ്ട് അവനൊരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. വലം യകുല്ലഹു ശരീകും ഫിൽ മുൽക്കി, അവന്റെ അധികാരത്തിൽ ഒരു പങ്കാളി അവനുണ്ടായിട്ടില്ല. വലം യകുല്ലഹു വലിയ്യും മിനദ്ദുല്ലി, അല്ലാഹ് ഒരു ദുല്ലിൽ അകപ്പെട്ടിട്ട് അള്ളാഹ്ക്ക് ഒരു പരിക്ക് പറ്റിയിട്ട് അതിൽ നിന്ന് ഒരാളെ രക്ഷിക്കണം എന്ന അവസ്ഥ അള്ളാഹ്ക്കില്ല. അള്ളാഹ് അങ്ങനെ ഒരാളെ ആശ്രയിക്കുന്നവനല്ല. അതുകൊണ്ട് അള്ളാഹുവിന് സർവസ്തുതിയും. വകബ്ബിർഹു തക്ബീറാ, അവനെ വേണ്ടുവോളം മഹത്വപ്പെടുത്തിക്കോ എന്നാണ് അള്ളാഹ് പറയുന്നത്. ഈ ജീവനം തന്ന നമ്മെ മറ്റു ജീവജാലങ്ങളെക്കാളും ആദരിച്ച നമ്മുടെ ബാധ്യത അല്ലാഹു അക്ബർ എന്ന് യഥാവിധി പറഞ്ഞു ജീവിക്കലാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഒരു ഹദീസ് കേൾപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തകൂനു ഇമ്മഅ, നിങ്ങൾ ഒപ്പം കൂടികളാവരുത്. എന്താ ഒപ്പം കൂടി നയം? തഖൂലൂൻ, ആ നയം സ്വീകരിച്ചാൽ നിങ്ങൾ പറയും, ഇൻ അഹ്സനന്നാസു അഹ്സന്ന, ജനങ്ങൾ നല്ല സംസ്കാരം സ്വീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും അത് സ്വീകരിച്ചിട്ടുണ്ട്. വ ഇൻ ളലമു ളലംന, അവരക്രമം ചെയ്താൽ, തെറ്റായ മാർഗം സ്വീകരിച്ചാൽ, അപ്പം നിങ്ങൾ പറയും ഞങ്ങളും ആ വഴിക്കാണ് എന്ന്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വലാക്കിൻ വത്തിനു അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ശക്തമായ തീരുമാനമെടുക്കണം. വത്തിനു അംഫുസക്കും എന്ന് പറഞ്ഞാൽ ബിൽ അസ്മിൽ ജാസിമി അലൽ ഫിഅലിൽ ഹസൻ വഹംലിഹ അലൈഹി അയ്യൻ കാന ഫിഅലുൻ നാസ് എന്നാണ്. ജനങ്ങൾ ഏത് തെറ്റായ സംസ്കാരത്തിൻ്റെ പിന്നിലാണെങ്കിലും എനിക്കെൻ്റെ ആദർശമുണ്ട്, എനിക്കെൻ്റെ സംസ്കാരമുണ്ട്, ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കൂ എന്ന തീരുമാനം എടുക്കണം. അതാണ് വത്തിനു അംഫുസക്കും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇൻ അഹ്സനന്നാസു അൻ തുഹ്സിനു, ജനങ്ങളിൽ ഇസ്ലാമിൻ്റെതായ നല്ല സംസ്കാരങ്ങളൊക്കെ കാണുമ്പോൾ അത് നിങ്ങൾ അനുകരിച്ചോളൂ. വ ഇൻ അസാഉ, ജനങ്ങൾ മോശപ്പെട്ട സംസ്കാരത്തിൻ്റെ പിന്നിലെ പോയാലോ ഫലാ തളിരിമു, ആ അക്രമത്തിൻ്റെ മാർഗം നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ്. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ സൗദിയിലെ പണ്ഡിതന്മാരിൽ പ്രമുഖനായിരുന്ന സ്വാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞ കാര്യവും കൂടി കേൾപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അൽ വാജിബു അലൽ മുസ്ലിം, ഒരു മുസ്ലിമിന് നിർബന്ധമാണ് അൻ യഅ്തസ്സ ബിദീനിഹി വ യഫ്തഖിറ ബിഹി, തൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അഭിമാനം കൊള്ളണം, അതിൽ ഇസ്സത്തുണ്ടാവണം. വ അൻ യഖ്തസിറ അലാ മാ ഹദ്ദഹു അല്ലാഹു തആല വ റസൂലുഹു ഫി ഹാദ ദീനിൽ ഖയ്യിമി അല്ലദി ഇർതല്ലാഹു തആല ലി ഇബാദിഹി, അല്ലാഹ് തൻ്റെ അടിമകൾക്ക് പ്രത്യേകം തെരഞ്ഞെടുത്ത ഈ ദീനിൽ അള്ളാഹു വരച്ച ആ വരയിൽ നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ സംസ്കാരത്തിൽ തന്നെ നിൽക്കണം അവൻ, അത് അവന് നിർബന്ധമാണ്. ഫലാ യസീദു ഫീഹി വലാ യൻഖുസു മിൻഹു, അതിലൊന്നും വർദ്ധിപ്പിക്കേണ്ടതില്ല, അതിലൊന്നും ചുരുക്കേണ്ടതില്ല. ലിഅന്ന ശരീഅത്തല്ലാഹി കാമില മിൻ ജമീഇൽ വുജൂ, ഏത് നിലക്ക് നോക്കിയാലും അള്ളാൻ്റെ ശരീഅത്ത് ദീനുൽ ഇസ്ലാം അത് സമ്പൂർണ്ണമാണ്. കമാ ഖാല തആല, അള്ളാഹ് പഠിപ്പിച്ച പോലെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഈ ദീനിത ഞാൻ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ദീനെന്ന അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്കൊരു മതമെന്ന നിലക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കെ, പിന്നെ ദീനിൻ്റെ അപ്പുറത്തുള്ള തെറ്റായ സംസ്കാരങ്ങളെ പിന്നാലെ പോകരുത്, ഈ ദീനനുസരിച്ച് ജീവിച്ച് അതിൽ അഭിമാനം കൊള്ളണമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ആ ഒരു മാർഗത്തിൽ നമ്മൾ നിലനിൽക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ ഖുതുബയിൽ
ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ തെറ്റായ മോശപ്പെട്ട പല സംസ്കാരങ്ങളും, അത് വിശ്വാസത്തെ ബാധിക്കുന്ന, ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ തന്നെ ബാധിക്കുന്ന തെറ്റായ സംസ്കാരങ്ങൾ കടന്നു വരുമ്പോൾ ഞാനതിനില്ല, അത് അള്ളാഹുവിൻ്റെ കോപം എൻ്റെ മേൽ വർഷിക്കാൻ കാരണമാകുമെന്ന ആ ഭയപ്പാട് നമുക്കുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അവൻ തൃപ്തിപ്പെടുന്ന ഒരു വിശ്വാസിയായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി സഹായിക്കട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم حينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أصلح عبادكم المسلمين يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. قوموا إلى صلاتكم.